ബിർസ മുണ്ടയുടെ 150-ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് സ്മരണിക സ്റ്റാമ്പും നാണയവും ഇന്ന് നവംബർ 15-ാം തീയതി പുറത്തിറക്കാൻ പോകുന്നു. ഡൊമിനിക്ക എന്ന രാജ്യത്തിന്റെ പരമോന്നത ദേശീയ ബഹുമതി ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിക്ക് പിനാക്ക റോക്കറ്റ് സിസ്റ്റം ഫ്ലൈറ്റ് ടെസ്റ്റ് നടത്തി DRDO. ഇത്തരത്തിലുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് JDS കറണ്ട് അഫേഴ്സ് ഓരോ ദിവസവും നൽകാൻ ശ്രമിക്കുന്നത്. ഇന്ന് നവംബർ 15, ഇന്നത്തെ ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി JDS കറണ്ട് അഫേഴ്സ്. ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഇന്നത്തെ കറണ്ട് അഫേഴ്സിലെ ഒരു ഹെഡ്ലൈൻസ് ആണ്. ബുക്കർ പ്രൈസ് 2024, ബ്രിട്ടീഷ് റൈറ്റർ സാമന്ത ഹാർവേ വിൻസ് ഫോർ സ്പേസ് സ്റ്റേഷൻ നോവൽ ഓർബിറ്റൽ. ബുക്കർ പ്രൈസ് 2024 ഓർബിറ്റൽ എന്ന ബഹിരാകാശ നിലയത്തിന്റെ നോവലിനെ ബ്രിട്ടീഷ് എഴുത്തുകാരി സാമന്ത ഹാർവേ അർഹയായി. ഇന്നത്തെ കറണ്ട് അഫേഴ്സിലെ ഒരു ഹെഡ്ലൈൻ ആണ്. നമുക്കിതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2024 ബുക്കർ പ്രൈസ് നേടിയ ബ്രിട്ടീഷ് എഴുത്തുകാരന്റെ പേര് സാമന്ത ഹാർവേ. ഇന്നലത്തെ ഹിന്ദു പത്രത്തിൽ വന്നിട്ടുള്ള ഒരു വാർത്തയാണ്. അതായത് 2024 ബുക്കർ പ്രൈസ് ബ്രിട്ടീഷ് എഴുത്തുകാരിയായിട്ടുള്ള സാമന്ത ഹാർവിക്ക്. 2024 ബുക്കർ പ്രൈസ് നേടിയ പുസ്തകം ഏതാണ്? ഓർബിറ്റൽ. ഓർബിറ്റൽ എന്ന പുസ്തകത്തിനാണ് 2024 ബ്രിട്ടീഷ് എഴുത്തുകാരിയായിട്ടുള്ള സാമന്ത ഹാർവിക്ക് ബുക്കർ പ്രൈസ് ലഭിച്ചിട്ടുള്ളത്. 6 ബഹിരാകാശ സഞ്ചാരികൾ ഭൂമിയെ വലം വെക്കുന്നതിനെ കുറിച്ച് സ്പേസ് പാസ്റ്ററൽ എന്ന തന്റെ പുസ്തകത്തിൽ പരാമർശിച്ചത് ആരാണ്? സാമന്ത ഹാർവേ. അപ്പൊ സാമന്ത ഹാർവേ എന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രിട്ടീഷ് റൈറ്റർ ആണ്. ബ്രിട്ടീഷ് റൈറ്റർ ആയിട്ടുള്ള സാമന്ത ഹാർവേക്കാണ് 2024 ബുക്കർ പ്രൈസ് ലഭിച്ചിട്ടുള്ളത്. ബുക്കർ പ്രൈസ് ആരംഭിച്ചത് ഏത് വർഷമാണ്? 1969. 1969 ബുക്കർ പ്രൈസ് ആരംഭിച്ചിട്ടുള്ളത്. ഇന്ത്യയിലാണെങ്കിൽ ആദ്യമായിട്ട് ബുക്കർ പ്രൈസ് എന്ന സമ്മാനം ലഭിച്ചിട്ടുള്ളത് സൽമാൻ റഷ്ദിക്കാണ് 1981. അതിനുശേഷം 97 അരുന്ധതി റോയ്ക്ക് ലഭിച്ച ബുക്കർ പ്രൈസ് ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന പുസ്തകത്തിനാണ്. 2006 കിരൺ ദേശായിക്കും 2008 അരവിന്ദ് അഡീജയ്ക്കുമാണ് ബുക്കർ പ്രൈസ് ലഭിച്ചിട്ടുള്ളത്. അടുത്തൊരു ഹെഡ്ലൈൻ ആണ്. ഗോവ ബാറ്റേഴ്സ് സെറ്റ് ഹിസ്റ്റോറിക് പാർട്ട്ണർഷിപ്പ് വിത്ത് ട്രിപ്പിൾ സെഞ്ചുറീസ്, മിസ് വേൾഡ് റെക്കോർഡ് ബൈ നാരോ മാർജിൻ. ഗോവ ബാറ്റർമാർ ട്രിപ്പിൾ സെഞ്ചുറികളുമായി ചരിത്ര പങ്കാളിത്തം സ്ഥാപിച്ചു. കുറഞ്ഞ മാർജിനിൽ ലോക റെക്കോർഡ് നഷ്ടപ്പെടുത്തി. ഇതൊരു സ്പോർട്സ് ആയി ബന്ധപ്പെട്ട ഹെഡ്ലൈൻസ് ആണ്. ഇന്നലെ രഞ്ജി ട്രോഫി ആയി ബന്ധപ്പെട്ട ഒരു റെക്കോർഡ് ആണ് ഇന്നലെ ഉണ്ടായിട്ടുള്ളത്. അതിനെക്കുറിച്ചുള്ള വാർത്തയാണ്. നമുക്കതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2024 രഞ്ജി ട്രോഫിയിൽ 606 റൺസിന്റെ കൂട്ടുകെട്ട് സൃഷ്ടിച്ച ശ്രദ്ധേയമായ ട്രിപ്പിൾ സെഞ്ചുറികളുമായി ചരിത്രം സൃഷ്ടിച്ചതാരാണ്? കശ്യപ് ബാക്ലെയും സ്നേഹൽ കൗതങ്കറും. കശ്യപ് ബാക്ലെ ആൻഡ് സ്നേഹൽ കൗതങ്കർ രഞ്ജി ട്രോഫിയിൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ട്രിപ്പിൾ സെഞ്ചുറി നേടിക്കൊണ്ട് ചരിത്രം സൃഷ്ടിച്ചു. രഞ്ജി ട്രോഫിയിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു കൂട്ടുകെട്ട് 600 റൺസ് നേടിക്കൊണ്ടാണ് ഈ മത്സരത്തിൽ കശ്യപ് ബാക്ലെയും സ്നേഹൽ കൗതങ്കറും ഒരു ചരിത്രം സൃഷ്ടിച്ചത്. രഞ്ജി ട്രോഫിയിൽ റണ്ണുകളിലെ ഏറ്റവും ഉയർന്ന കൂട്ടുകെട്ട് ഉണ്ടാക്കി കശ്യപ് ബാക്ലെയും സ്നേഹൽ കൗതങ്കറും ഏത് ടീമിന് വേണ്ടിയാണ് ചരിത്രം സൃഷ്ടിച്ചത്? ഗോവ. ഗോവയ്ക്ക് വേണ്ടിയാണ് കശ്യപ് ബാക്ലെയും സ്നേഹൽ കൗതങ്കറും കളിച്ചിട്ടുള്ളത്. ഈ കൂട്ടുകെട്ടിൽ സ്നേഹൽ കൗതങ്കർ 314 റൺസും കശ്യപ് ബാക്ലെ 300 റൺസ് ആണ് നേടിയിട്ടുള്ളത്. ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പ് ആണ്. ഈ വ്യാഴാഴ്ച, അതായത് ഇന്നലെ നടന്നിട്ടുള്ള മത്സരത്തിൽ ആണ് അരുണാചൽ പ്രദേശിനെതിരെയാണ് ഗോവൻ ബാറ്റേഴ്സ് സ്നേഹൽ കൗതങ്കർ 314 റൺസ് നേടിക്കൊണ്ട് റെക്കോർഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. രഞ്ജി ട്രോഫിയിലെ റണ്ണുകളിലെ ഏറ്റവും ഉയർന്ന കൂട്ടുകെട്ട് സൃഷ്ടിച്ച കശ്യപ് ബാക്ലെയും സ്നേഹൽ കൗതങ്കറും ആരുടെ റെക്കോർഡാണ് തകർത്തത്? മഹാരാഷ്ട്രയുടെ സ്വപ്നിൽ സുഗേൽ ആൻഡ് അൻകിത് ഭവാനെ. മഹാരാഷ്ട്രയുടെ സ്വപ്നിൽ സുഗേൽ ആൻഡ് അൻകിത് ഭവാനെ സൃഷ്ടിച്ച 594 റൺസ് എന്ന ആ കൂട്ടുകെട്ട് തകർത്തുകൊണ്ടാണ് 600 റൺസിന് മുകളിൽ നേടിക്കൊണ്ട് കശ്യപ് ബാക്ലെയും സ്നേഹൽ കൗതങ്കറും ഒരു റെക്കോർഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആദ്യത്തെ രഞ്ജി ട്രോഫി നടന്ന വർഷം 1934-35. 1934-35 ആ വർഷത്തിലാണ് രഞ്ജി ട്രോഫി ആദ്യമായിട്ട് നടന്നിട്ടുള്ള വർഷം. മറ്റൊരു ന്യൂസ് ഹെഡിംഗ് ആണ്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കണ്ടക്ട്സ് റീജിയണൽ ലെവൽ പൊല്യൂഷൻ റെസ്പോൺസ് എക്സർസൈസ് അറ്റ് പാരദീപ്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് പാരദീപിൽ പ്രാദേശിക തലത്തിലുള്ള മലിനീകരണ
പ്രതികരണ വ്യായാമം നടത്തുന്നു. ഇതൊരു ന്യൂസ് ഹെഡിംഗ് ആണ്. നമുക്കിതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2024 നവംബർ 12 മുതൽ 14 വരെ ആരാണ് റീജിയണൽ ലെവൽ പൊല്യൂഷൻ റെസ്പോൺസ് എക്സസൈസ് റിപ്രക്സ് 24 നടത്തിയത്? ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡാണ് റീപ്രക്സ് 24 എന്ന, അതായത് റീജിയണൽ ലെവൽ പൊല്യൂഷൻ റെസ്പോൺസ് എന്ന എക്സസൈസ് നടത്തിയിട്ടുള്ളത്. ഇത് നവംബർ 12 മുതൽ 14 വരെയായിരുന്നു. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഒരു പൊല്യൂഷനുമായി ബന്ധപ്പെട്ട ഒരു എക്സസൈസ് ആണ് റീജിയണൽ ലെവൽ പൊല്യൂഷൻ റെസ്പോൺസ് എക്സസൈസ്. 2024 നവംബർ 12 മുതൽ 14 വരെ റീജിയണൽ ലെവൽ പൊല്യൂഷൻ റെസ്പോൺസ് എക്സസൈസ് റീപ്രക്സ് 24 ഏത് സ്ഥലത്താണ് നടത്തിയത്? പാരദീപ്, ഒഡീഷ. ഒഡീഷയിലെ പാരദീപിലാണ് റീപ്രക്സ് 24, അതായത് റീജിയണൽ ലെവൽ പൊല്യൂഷൻ റെസ്പോൺസ് എക്സസൈസ് നടന്നിട്ടുള്ളത്. ഓരോ പ്രാദേശിക സ്ഥലങ്ങളിൽ നടത്തുന്ന ഒരു എക്സസൈസ് ആണ് റീപ്രക്സ് എന്ന എക്സസൈസ്. എണ്ണ ചോർച്ചയും മറ്റ് സമുദ്ര മലിനീകരണ സംഭവങ്ങളും പരിശോധിക്കാൻ കോസ്റ്റ് ഗാർഡ് ഏത് അഭ്യാസമാണ് നടത്തുന്നത്? നാറ്റ്പോൾട്രക്സ്, നാഷണൽ ലെവൽ പൊല്യൂഷൻ റെസ്പോൺസ് എക്സസൈസ്, ദേശീയ തലത്തിലുള്ള മലിനീകരണ പ്രതികരണ വ്യായാമം. നാഷണൽ ലെവലിലെ ദേശീയ തലത്തിലുള്ള ഒരു എക്സസൈസ് ആണ് നാറ്റ്പോൾട്രക്സ്. എന്നാൽ റീജിയണൽ ലെവലിൽ പ്രാദേശികമായി നടത്തുന്ന ഒരു എക്സസൈസ് ആണ് റീപ്രക്സ് 24. ഇപ്പൊ രണ്ടിനും വ്യത്യാസമുണ്ട്. ഒന്ന് നാറ്റ്പോൾട്രക്സും മറ്റൊന്ന് റീപ്രക്സും. ഇത് രണ്ടും പൊല്യൂഷനുമായി ബന്ധപ്പെട്ട മലിനീകരണ പ്രതികരണ വ്യായാമം എന്ന് പറയാൻ സാധിക്കും. അതായത് പൊല്യൂഷൻ റെസ്പോൺസ് എക്സസൈസ് ആണ് ഈ രണ്ട് എക്സസൈസുകളും. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഡയറക്ടർ ജനറൽ ആരാണ്? പരമേഷ് ശിവമണി. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ 26ാമത്തെ ഡയറക്ടർ ജനറൽ ആണ് പരമേഷ് ശിവമണി. ഈയടുത്താണ് അദ്ദേഹം ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഡയറക്ടർ ജനറൽ ആയിട്ട് ചുമതല ഏറ്റെടുത്തിട്ടുള്ളത്. മറ്റൊരു ന്യൂസ് ഹെഡിംഗ് ആണ് DRDO സക്സസ്ഫുള്ളി കംപ്ലീറ്റ്സ് ഫ്ലൈറ്റ് ടെസ്റ്റ് ഓഫ് 75 കിലോമീറ്റർ ഗൈഡഡ് പിനാക്ക റോക്കറ്റ് സിസ്റ്റം. 75 കിലോമീറ്റർ ഗൈഡഡ് പിനാക്ക റോക്കറ്റ് സിസ്റ്റത്തിന്റെ ഫ്ലൈറ്റ് ടെസ്റ്റ് DRDO വിജയകരമായി പൂർത്തിയാക്കി. ഇതൊരു ന്യൂസ് ഹെഡിംഗ് ആണ്. നമുക്കിതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2024 നവംബർ 14 ഗൈഡഡ് പിനാക്ക ആയുധ സംവിധാനത്തിന്റെ ഫ്ലൈറ്റ് ടെസ്റ്റുകൾ പൂർത്തിയാക്കിയത് ഏത് സംഘടനയാണ്? DRDO, ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ആണ് 2024 നവംബർ 14 ഗൈഡഡ് പിനാക്ക ആയുധ സംവിധാനത്തിന്റെ ഫ്ലൈറ്റ് ടെസ്റ്റ് നടത്തിയിട്ടുള്ളത്. ഇത് റോക്കറ്റ് ലോഞ്ചിങ് ആണ് നടത്തിയിട്ടുള്ളത് 14th നവംബറിന്. 2024 നവംബർ 14 സേവനത്തിനുള്ള 2 പിനാക്ക ലോഞ്ചറുകളിൽ നിന്ന് എത്ര റോക്കറ്റുകൾ പരീക്ഷിച്ചു? 12 റോക്കറ്റുകൾ. പിനാക്ക എന്ന റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 12 റോക്കറ്റ്സ് വിക്ഷേപിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു റോക്കറ്റ് ലോഞ്ചർ ആണ്. 12 റോക്കറ്റുകൾ ആണ് 2024 നവംബർ 14 DRDO വിജയകരമായിട്ട് ഫ്ലൈറ്റ് ടെസ്റ്റ് നടത്തിയിട്ടുള്ളത്. ഇന്ത്യയിൽ നിന്ന് തദ്ദേശീയമായി പിനാക്ക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ സംവിധാനം വാങ്ങിയ ആദ്യ രാജ്യം ഏതാണ്? അർമേനിയ. അർമേനിയ എന്ന രാജ്യമാണ് ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് പിനാക്ക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ എന്ന സിസ്റ്റം വാങ്ങിയിട്ടുള്ളത്. റോക്കറ്റുകളെ ലോഞ്ച് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള, വിക്ഷേപിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ലോഞ്ചേഴ്സ് ആണ് പിനാക്ക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റം. പിനാക്ക റോക്കറ്റിന്റെ പരിധി എത്രയാണ്? 120 കിലോമീറ്റർ ടു 200 കിലോമീറ്റർ വരെ. പിനാക്ക എന്ന റോക്കറ്റിന്റെ റേഞ്ച് ആണ് 120 കിലോമീറ്റർ മുതൽ 200 കിലോമീറ്റർ വരെ. പല ടൈപ്പ് പിനാക്ക റോക്കറ്റ്സ് ഉണ്ട്. ഇതിലെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുമ്പോൾ 120 കിലോമീറ്റർ ആണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പിനാക്ക ആണെങ്കിൽ അത് 200 കിലോമീറ്റർ വരെ ദൂരത്തിൽ അതിനെ പ്രഹരശക്തി ഏൽപ്പിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു റോക്കറ്റ് ആണ്. മറ്റൊരു ന്യൂസ് ഹെഡിംഗ് ആണ് വേൾഡ് ഫസ്റ്റ് ഹൈ ആൾട്ടിറ്റ്യൂഡ് പാരാ സ്പോർട്സ് സെന്റർ ടു കം അപ്പ് ഇൻ ലേ, ഫോക്കസ് ഓൺ 2028 പാരാലിമ്പിക്സ്. ലോകത്തിലെ ആദ്യത്തെ ഉയരത്തിലുള്ള പാരാ കായിക കേന്ദ്രം ലേയിൽ വരുന്നു. 2028 പാരാലിമ്പിക്സ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇതൊരു ന്യൂസ് ഹെഡിംഗ് ആണ്. നമുക്കിതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ലോകത്തിലെ ആദ്യത്തെ ഉയരത്തിലുള്ള പാരാ സ്പോർട്സ് സെന്റർ എവിടെ സ്ഥാപിക്കും? ലേ, ലഡാക്ക്. ലേ എന്ന പ്രദേശത്താണ് ആദ്യമായിട്ട് ഏറ്റവും ഉയരത്തിലുള്ള ഒരു പാരാ സ്പോർട്സ് സെന്റർ ആരംഭിക്കാൻ പോകുന്നത്. ഇത് ലേ, ലഡാക്കിലാണ് ഇത് സ്ഥാപിക്കാൻ പോകുന്നത്. ലോകത്തിലെ ആദ്യത്തെ
ഏറ്റവും ഉയർന്ന ദ ഹയസ്റ്റ് പാരാ സ്പോർട്സ് സെന്റർ ആണ് ലേ ലഡാക്കിൽ വരാൻ പോകുന്നത്. 2028 പാരാലിമ്പിക്സിനായി പാരാ അത്ലറ്റുകളെ തയ്യാറാക്കുന്നത് ഏത് സ്ഥലത്താണ് നടക്കുന്നത്? ലേ ലഡാക്ക്. 2024 ആയിരുന്നു പാരീസ് പാരാലിമ്പിക്സ്. അതിനുശേഷം 4 വർഷം ശേഷം വരാൻ പോകുന്ന പാരാലിമ്പിക്സിന് വേണ്ടി ലേ ലഡാക്കിലാണ് പാരാ സ്പോർട്സിനെ ഇന്ത്യൻ സ്പോർട്സ് അതോറിറ്റി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് ലോകത്തിലെ ദ ഫസ്റ്റ് ഹൈ ഓൾട്ടിറ്റ്യൂഡ് പാരാ സ്പോർട്സ് സെന്ററിലാണ് ഇതിന്റെ പരിശീലനം. 2028 പാരാലിമ്പിക്സ് ഏത് സ്ഥലത്താണ് നടക്കുന്നത്? ലോസ് ഏഞ്ചൽസ്, കാലിഫോർണിയ, USA. 2028 സമ്മർ ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത് ലോസ് ഏഞ്ചൽസിലാണ്. അപ്പൊ ലോസ് ഏഞ്ചൽസിലാണ് സമ്മർ ഒളിമ്പിക്സ് ശേഷം തൊട്ടടുത്ത ഇവന്റ് ആയിട്ടുള്ള പാരാലിമ്പിക്സ് നടക്കാൻ പോവുക. 2028 ലോസ് ഏഞ്ചൽസ്. ഇതിനു മുമ്പ് 2024 ആണെങ്കിൽ പാരീസ് ഒളിമ്പിക്സ് ആയിരുന്നു, അതുപോലെ തന്നെ പാരീസ് പാരാലിമ്പിക്സ്. 2024 പാരീസിൽ നടന്ന പാരാ അത്ലറ്റിക്സിൽ ഇന്ത്യൻ പാരാ അത്ലറ്റുകൾക്ക് എത്ര മെഡലുകൾ നേടി? 29 മെഡലുകൾ. കഴിഞ്ഞ പാരാലിമ്പിക്സ് ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ഏറ്റവും നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള ഒരു പാരാലിമ്പിക്സ് ആയിരുന്നു. ഇതിൽ ഇന്ത്യക്ക് 29 മെഡൽസ് ആണ് ലഭിച്ചിട്ടുള്ളത്. ഇതിൽ 7 മെഡൽസ് ഗോൾഡ് ആണ്. മറ്റൊരു ന്യൂസ് ഹെഡിംഗ് ആണ് ഡൊമിനിക്ക ടു ബെസ്റ്റോ ഇറ്റ്സ് ഹയസ്റ്റ് നാഷണൽ ഹോണർ ടു പ്രൈം മിനിസ്റ്റർ മോദി. ഡൊമിനിക്കയുടെ പരമോന്നത ദേശീയ ബഹുമതി പ്രധാനമന്ത്രി മോദിക്ക്. ഇതൊരു ന്യൂസ് ഹെഡിംഗ് ആണ്. ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു അവാർഡ് ആണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിക്ക് ലഭിക്കാൻ പോകുന്നത്. നമുക്കതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2024 നവംബറിൽ കോമൺവെൽത്ത് ഓഫ് ഡൊമിനിക്കയുടെ പരമോന്നത ദേശീയ ബഹുമതി ഇന്ത്യയിൽ നിന്ന് ആർക്കാണ് ലഭിക്കുക? പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഏത് ഉച്ചകോടിയിൽ ഡൊമിനിക്കയുടെ പ്രസിഡന്റ് സിൽവാനി ബർട്ടൺ പ്രധാനമന്ത്രി മോദിക്ക് ഡൊമിനിക്ക അവാർഡ് ഓഫ് ഓണർ സമ്മാനിക്കും? ഇന്ത്യ കാലിക്കോം ഉച്ചകോടി. ഇന്ത്യ കാലിക്കോം ഉച്ചകോടി നവംബറിൽ നടക്കാൻ പോവുകയാണ്. ഇതിൽ വെച്ചാണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിക്ക് ഡൊമിനിക്കയുടെ പ്രസിഡന്റ് സിൽവാനി ബർട്ടൺ ഡൊമിനിക്കയുടെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള സിവിലിയൻ അവാർഡ് ഡൊമിനിക്ക അവാർഡ് ഓഫ് ഓണർ നൽകി ആദരിക്കുന്നതും. COVID-19 മഹാമാരിയുടെ സമയത്ത് ഡൊമിനിക്കയ്ക്ക് നൽകിയ സംഭാവനകൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഏത് അവാർഡ് നൽകും? ഡൊമിനിക്ക അവാർഡ് ഓഫ് ഓണർ. COVID-19 ആ സമയങ്ങളിൽ ഇന്ത്യ ഡൊമിനിക്കൻ രാജ്യത്തിന് നൽകിയിട്ടുള്ള സഹായങ്ങൾ, അതിനുശേഷം ഇന്ത്യ ഡൊമിനിക്ക എന്ന രാജ്യത്തിന്റെ ഏറ്റവും ഭംഗിയായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, അതിനെ മാനിച്ചാണ് ഡൊമിനിക്ക എന്ന രാജ്യം ഇപ്പോൾ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിക്ക് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഡൊമിനിക്ക അവാർഡ് ഓഫ് ഓണർ നൽകുന്നത്. ഇതൊരു കറണ്ട് അഫയേഴ്സിലെ ഒരു ഹെഡ്ലൈൻ ആണ്. പ്രൈം മിനിസ്റ്റർ മോദി ടു ലോഞ്ച് കമമറേറ്റ് സ്റ്റാമ്പ് കോയിൻ ടു മാർക്ക് 150th ബർത്ത് ആനിവേഴ്സറി ഓഫ് ബിർസ മുണ്ട. ബിർസ മുണ്ടയുടെ 150ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് സ്മരണിക സ്റ്റാമ്പും നാണയവും പ്രധാനമന്ത്രി മോദി പുറത്തിറക്കും. ഇതൊരു ഹെഡ്ലൈൻസ് ആണ്. ഇന്ന് നവംബർ 15 ആയി ബന്ധപ്പെട്ട ഒരു ഹെഡ്ലൈൻസ് ആണിത്. നമുക്കതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഏത് ആദിവാസി ഐക്കണിന്റെ സ്വാതന്ത്ര്യ സമര സേനാനിയുടെയും 150ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് 2024 നവംബർ 15 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു സ്മരണിക സ്റ്റാമ്പ് പുറത്തിറക്കും? ബിർസ മുണ്ട. അപ്പൊ ബിർസ മുണ്ടയുടെ 150ാം ജന്മവാർഷികമാണ് ഇന്ന്, അതായത് നവംബർ 15. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ പേരിൽ ഒരു സ്മരണിക സ്റ്റാമ്പ് അതുപോലെ തന്നെ കോയിൻ പുറത്തിറക്കുന്നതും. 2024 നവംബർ 15 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബിർസ മുണ്ടയുടെ സ്മരണിക സ്റ്റാമ്പും നാണയവും ഏത് സ്ഥലത്ത് പുറത്തിറക്കും? ബീഹാറിലെ ജാമുയി ജില്ല. ബീഹാറിലെ ജാമുയി ജില്ലയിലാണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഇന്ന്, അതായത് നവംബർ 15 ഒരു പുതിയ ഒരു സ്മരണിക സ്റ്റാമ്പും ഒപ്പം തന്നെ ഒരു കോയിൻ പുറത്തിറക്കാൻ പോകുന്നത്. നമ്മളിന്ന് ഏതാണ്ട് 25 ക്വസ്റ്റ്യൻസ് ആണ് കറണ്ട് അഫയേഴ്സും അതുമായി ബന്ധപ്പെട്ട GK ഇവിടെ റെഫർ ചെയ്തിട്ടുള്ളത്. നമ്മൾ എന്നും ഇതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓരോ കോമ്പറ്റേറ്റീവ് എക്സാമിനും കറണ്ട് അഫയേഴ്സിനെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.